വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. പൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് എളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം 2025. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് എളങ്കൂർ. കാട്ടാന ശല്യം നേരിടുന്ന ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിൽ കൃഷി നശിപ്പിച്ച സ്ഥലം AP അനിൽകുമാറും സംഘവും സന്ദർശിച്ചു. ആദിവാസി പുഞ്ചയിൽ വെള്ളനും കുടുംബങ്ങളും കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫോട്ടോ ഇവിടെ ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ ഇവിടെ നിൽക്കണ ആനയാണ് നിൽക്കുന്നത്. പിന്നെ അത് എന്തായാലും രാത്രി വീട്ടിൽ കിടക്കാൻ തരുന്നുണ്ടാവില്ലല്ലോ. സാറേ ഒരു കാര്യം, സന്ധ്യയായാൽ പുറത്തിറങ്ങാനാകാത്ത ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും മറ്റും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ആദിവാസി നഗറിൽ വീടുകൾക്ക് മുന്നിൽ ഒറ്റയാൻ ഇറങ്ങിയത്. തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയാണ് ആന കാടുകയറിയത്. ഇതിനിടെ വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുങ്ങുകളും മറ്റു കൃഷിയും ആന നശിപ്പിച്ചു. തുടർന്ന് DFO, ITDP ഓഫീസർ, പഞ്ചായത്ത് എഞ്ചിനീയർ, KSEB എഞ്ചിനീയർ എന്നിവരുമായി MLA ഫോണിൽ ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സ്ട്രീറ്റ് മെയിൻ ലൈൻ കൺട്രോൾ സംവിധാനം ഒരുക്കുന്നതിനുള്ള പണവും MLA നൽകും. ഇവിടെ ആനകൾ ചിലപ്പോഴൊക്കെ വന്നു പോവാറുണ്ട് എന്നതിനപ്പുറത്ത് ഇപ്പോൾ ആനകൾ അക്രമാസക്തമായ രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഒറ്റയാൻ ഉൾപ്പെടെ ഇവിടേക്ക് വരുന്നു. വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് കൃഷി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. അതോടൊപ്പം ഈ ചുറ്റുവട്ടത്തുള്ള വീട്ടിലുള്ളവരൊക്കെ വളരെ ഭയപ്പാടോടുകൂടിയാണ് നിൽക്കുന്നത്. ഞാൻ DFOയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പ്രത്യേക ടീമിനെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മുടെ മലയോര മേഖലയൊക്കെ ഉള്ളത്. ഇവിടെ ഇന്ന് ഇതാണ് സ്ഥിതി. അതുപോലെ കരുവാരക്കുണ്ട്, പറയമ്മേട്, അതുപോലെ ഇതുപോലെ തന്നെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആന, കടുവ, പുലി ഇതൊക്കെ വലിയ രീതിയിൽ ഈ മലയോര മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ജീവിതത്തിന് ഒരു പ്രയാസമായി മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലൈറ്റ് ഇല്ലാത്ത പ്രയാസം അവർ സൂചിപ്പിച്ചു. ലൈറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി ഉടനെ തന്നെ ഉണ്ടാകും. ഒരു പരിധിവരെയെങ്കിൽ ലൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കുറച്ച് കുറയും എന്നുള്ളതുകൊണ്ട് അത് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു മതിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പല ഭാഗത്തും അത് തകർന്നുപോയി. അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടി എടുക്കണമെന്ന് DFOയോട് പറഞ്ഞിട്ടുണ്ട്. അത് 2-3 മാസം കൊണ്ടെങ്കിൽ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഭാഗത്തോട് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം. അതല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ, നമുക്കൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജുദ്ദീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ, പൊതുപ്രവർത്തകരായ BK മുജീബ്, മുപ്പറ ഷറഫുദ്ദീൻ, പൈനാട്ടിൽ അഷ്റഫ്, മുള്ളൻ അഷ്റഫ്, AP രാജൻ, മാനുക്കുട്ടൻ, ബാബുരാജ് തുടങ്ങിയവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.